ഞാനൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം കാണുന്നത് എൻ്റെയൊക്കെ ചെറുപ്പത്തിലാണ്, അതും ടി വിയിൽ. അതിനുശേഷം പിന്നെ കാണുന്നത് ഇതുപോലുള്ളൊരു വലിയ സ്ക്രീനിലൊക്കെ ആയിട്ട് നല്ലായിരുന്നു. നല്ല എക്സ്പീരിയൻസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു ഫിലിം നമ്മൾ വൺസെങ്കിലും കണ്ടിരിക്കണം സത്യത്തിൽ, അല്ലാതെ മിസ് ചെയ്യാൻ പാടില്ല. സത്യത്തിൽ നല്ല മൂവി തന്നെയാണ്. പിന്നെ ഓവറോൾ പറയുകയാണെങ്കിൽ മമ്മൂട്ടിയാണ് ഏറ്റവും ടോപ്പായിട്ട് മികച്ചതും. ബട്ട് സിദ്ധാർത്ഥിനും ഈ നമ്മുടെ അർജുന ഷോ കിട്ടില്ല റോളാണ്. കിട്ടുന്ന റോളാണ് നന്നായിട്ട്. പിന്നെ ഹൊററൊക്കെ എങ്ങനെയുണ്ട് ആ ഒരു ഹൊറർ ബേസ്ഡ് ഫിലിമിംഗ് ഉള്ള ഇത് വേറൊരു ജോണർ ടൈപ്പാണ്. അതൊരു എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ ആ രീതിയിൽ തന്നെ പോകണം. അതൊരു കുറേന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ചില മൊമെൻറ്റ്സ് ഉണ്ട് ഹൊറർ ഫിലിം. അതാണ് മൊത്തത്തിൽ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? അടിപൊളി എക്സ്പീരിയൻസ്. ബ്രഹ്മയുഗമാണ് കണ്ടത്. ഒരു എലിപ്പത്തായം, പഴയ എലിപ്പത്തായം സിനിമ, അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു സിനിമയ്ക്ക്. എല്ലാ ഷോട്ട്സും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അഭിനയം എല്ലാം നന്നായി. വേറൊരു യൂണിവേഴ്സിലേക്ക് കൊണ്ടുപോകും പടം കാണുമ്പോൾ? ഉറപ്പായിട്ടും. വേറെ എടുത്തു ടൈം ലൈൻ അറിയാൻ പറ്റത്തില്ല, പക്ഷേ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയത്തില്ല. നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തത്. ഹൊററൊന്നും ആയിട്ട് പറയാൻ പറ്റില്ല, ബട്ട് നമ്മൾ വ്യൂവേഴ്സിന് ഇൻട്രസ്റ്റഡ് ആയിട്ട് എത്തുന്നു. ഇടയ്ക്കിങ്ങനെ ഞെട്ടിപ്പിക്കുന്ന ടൈപ്പ് നല്ല തിയേറ്ററിൽ വന്ന് കാണണം. അതേപോലെ നല്ല ബേസിക് ഉള്ള സൗണ്ടുള്ള തിയേറ്ററിൽ വന്ന് കാണണം. ഇടയ്ക്ക് ഞെട്ടിപ്പിക്കുന്ന ത്രില്ലടിപ്പിക്കുന്ന നല്ല പടം, ഒരു വെറൈറ്റി തന്നെ. വേറെ എന്താ എടുത്തു പറയാനായിട്ട് തോന്നിയ ഒരു പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടായി? എല്ലാവരുടെയും നമ്മൾ സിനിമയാണെന്ന് അറിയില്ല, നമ്മൾ ഫുള്ള് ഇൻവോൾവ് ആയിട്ട് ഇരുന്നു. എങ്ങനെയുണ്ട് മമ്മൂട്ടി മൊത്തത്തിൽ എങ്ങനെയുണ്ടായി? എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായി ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഒക്കെ? പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലതായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് എൻ്റെ ഒരു എഫക്റ്റ്. ഫസ്റ്റ് ഹാഫ് ഇച്ചിരി സ്ലോ ആയിരുന്നു, ബട്ട് സെക്കൻഡ് ഹാഫ് സൂപ്പർ. ലാസ്റ്റ് 25 മിനിറ്റ്സ് മമ്മൂട്ടിയുടെ ഒരു ഇതുണ്ട്, സ്പെഷ്യൽ പെർഫോമൻസ്